പാർട്ടി ഏൽപ്പിച്ചത് വലിയ ഉത്തരവാദിത്തമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം.വി. ജയരാജൻ. മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരള രേഖ ഒരു ഇടതുപക്ഷ ബദൽ നയമാണെന്നും എം.വി. ജയരാജൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു. സിപിഐഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ എം.വി. ജയരാജനാണ് എനിക്കൊപ്പം ഉള്ളത്. ആദ്യം അഭിനന്ദനങ്ങൾ. ഏതായാലും ഒരു പുതിയ ഉത്തരവാദിത്തത്തിലേക്ക് പാർട്ടി കൊണ്ടുവന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഉത്തരവാദിത്തം ഏതായാലും കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അത് ആത്മാർത്ഥമായി കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രമനുസരിച്ച് നിർവഹിക്കുക എന്നുള്ളത് കടമയാണ്. അത് ചെറിയ ഉത്തരവാദിത്തമായാലും വലിയ ഉത്തരവാദിത്തമായാലും. നേരത്തെ പാർട്ടി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ആ കാര്യം നിർവഹിക്കുകയുണ്ടായി. പിന്നീട് കണ്ണൂരിൽ പാർട്ടി സെക്രട്ടറിയുടെ ചുമതല നിർവഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ ഉത്തരവാദിത്വം നിർവഹിക്കുകയുണ്ടായി. അതുപോലെയാണ് എനിക്ക് ഈ ഉത്തരവാദിത്വം. പക്ഷെ പാർട്ടി എന്ന നിലയിൽ നോക്കുമ്പോൾ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഒരു സഖാവ് ഏറ്റെടുക്കുന്ന സമയത്ത് ഒരു കൂട്ടായ്മയിലൂടെയാണ് ആ ഉത്തരവാദിത്തത്തിൻ്റെ നിർവഹണം. അതുകൊണ്ട് സംഘടനാപരമായി പാർട്ടിയുടെ നേതൃനിരയിലുള്ള സഖാക്കളും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഘടകത്തിലെ സഖാക്കളും അവരെല്ലാമായി കൂടിയാലോചന നടത്തിയും അതോടൊപ്പം ആവശ്യമായ മുൻകൈ എടുക്കേണ്ട സമയത്ത് മുൻകൈ എടുത്തും പ്രവർത്തിക്കുക തന്നെ ചെയ്യും. കൊല്ലസമ്മേളനം CPM-നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ആവേശം നൽകുന്ന ഒന്നാണ്. ഒന്ന് രാഷ്ട്രീയം, അത് വർഗീയതക്കെതിരായി പൊരുതാനും ഒപ്പം കേരളം ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ബദൽ ജനങ്ങളുടെ മുമ്പിൽ ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. ആ ബദൽ പൂർണ്ണതയിലെത്തിക്കുന്നതിന് കഴിയും വിധത്തിലുള്ള ഒരു മാർഗരേഖയാണ് നവകേരളത്തിലേക്കുള്ള പുതുവഴികൾ എന്ന രേഖ. അവിടെ അത് പൂർണ്ണതയിലെത്തിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അടുത്ത ഒരു ടേമിലേക്ക് കൂടി കേരളത്തിലേക്ക് ഇടതുമുന്നണിയുടെ ഭരണം എന്നാണല്ലോ അതിൻ്റെ ഒരു അർത്ഥം. അതെ. അതിലിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LDF-നോടൊപ്പം നിൽക്കുന്നവർ മാത്രമല്ല, UDF-ൻ്റെ നേതൃനിരയിൽ നിൽക്കുന്നവരും അവരുടെ അണികളും പറയാൻ തുടങ്ങി മൂന്നാം തവണയും ഇടതുപക്ഷമായിരിക്കും കേരളം ഭരിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇടതുപക്ഷത്തിന് അങ്ങേയറ്റം ഒരു മാർഗരേഖ നൽകുന്ന ഒന്നാണ് ഇത്. ഈ രേഖയുടെ ഒരു പ്രത്യേകത എന്താ? കേരളം എങ്ങനെയാണ് വളർന്നു വന്നത്, അതോടൊപ്പം പുതിയ കാലത്തിനനുസരിച്ച് ലോകത്തിലെയും രാജ്യത്തിലെയും സംഭവവികാസങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് കേരളത്തോടൊപ്പം ഇന്ത്യക്ക് നടന്നു പോകാൻ കഴിയില്ല. കാരണം എന്താ? കേന്ദ്രം ഭരിക്കുന്നവരുടെ നയം ആഗോളവൽക്കരണ നയമാണ്, സ്വകാര്യവൽക്കരണ നയമാണ്, അത് ജനവിരുദ്ധമാണ്. എന്നാൽ ഇടതുപക്ഷം ഒരു ബദൽ നയമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ഒരു പൊതുമേഖലയും കേരളത്തിൽ സ്വകാര്യവൽക്കരിച്ചിട്ടില്ല. ഇതിൽ തന്നെ പറയുന്നത് എന്താ? നവകേരളത്തിനുള്ള പുതുവഴികൾ എന്ന രേഖയിൽ പറയുന്നത് എന്താ? പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി പൂർണ്ണമായും അടഞ്ഞുകിടക്കുന്ന തകർന്നു കിടക്കുന്ന സ്ഥാപനങ്ങൾ, അതിൻ്റെ കാര്യത്തിൽ എങ്ങനെ മെച്ചപ്പെടുത്താൻ കഴിയും PPP രീതിയിൽ, അതിനെക്കുറിച്ച് ആലോചിക്കുമെന്നാണ്. അത് ഇന്ന് തീരുമാനം ഇപ്പം തന്നെ എടുത്തു എന്നല്ല. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ? കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുകയാണ്. അങ്ങനെ ശ്വാസം മുട്ടിക്കുമ്പോൾ എങ്ങനെയാണ് ധനസമാഹരണം നടത്തുക? അവിടെയും ഇടതുപക്ഷത്തിൻ്റേതായ ഒരു ബദലുണ്ട്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധം എങ്ങനെയാണ് ധനസമാഹരണം നടത്തുക? നികുതി പിരിക്കാൻ സംസ്ഥാനത്തിന് അധികാരമില്ല, അത് കേന്ദ്രത്തിനേ ഉള്ളൂ. അങ്ങനെ നികുതി പിരിച്ച് കേന്ദ്രം കൊണ്ടുപോകുന്ന പണത്തിൻ്റെ ന്യായമായും അർഹതപ്പെട്ട വിഹിതം കേരളത്തിന് കിട്ടുന്നില്ല. അപ്പോഴാണ് ഇങ്ങനെയൊരു മാർഗം അത്യന്താപേക്ഷിതമായി വന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെ വികസനത്തിനും ക്ഷേമത്തിനും ഒരു ബദൽ കാഴ്ചപ്പാടാണ് നവകേരളത്തിനായുള്ള പുതുവഴികൾ എന്ന രേഖ മുന്നോട്ട് വെക്കുന്നത്. ഒരു കാര്യം കൂടി, ഇപ്പോൾ
ഇപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ കണ്ണൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്ന നിലയിൽ കണ്ണൂരിനുമപ്പുറം സംസ്ഥാനത്തിൻ്റെ CPM രാഷ്ട്രീയത്തിൻ്റെ നേതൃനിരയിൽ ആ നിലയിലൊരു കേന്ദ്രീകരണം പ്രവർത്തനത്തിൽ വേണ്ടി വരുമല്ലോ സ്വാഭാവികമായി. അത് സ്വാഭാവികമായും കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി എന്നേക്കാൾ മികവും കഴിവുമുള്ള ആളെ തിരഞ്ഞെടുക്കാനും കഴിയും. രണ്ട് ഉത്തരവാദിത്വം ഒരാൾക്ക് നിർവഹിക്കാൻ കഴിയില്ല. അത് പാർട്ടിയുടെ രീതിയുമല്ല. അപ്പം അതുകൊണ്ട് തന്നെ പുതിയ ആൾ ജില്ലാ സെക്രട്ടറിയായിട്ട് വരിക തന്നെ ചെയ്യും. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമെന്ന നിലയിൽ ആ ചുമതല ആത്മാർത്ഥമായി സത്യസന്ധമായി നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള കടമയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് കൃത്യമായി നിർവഹിക്കുകയും ചെയ്യും. താങ്ക് യു.